എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫോട്ടോഷോപ്പ് സീരീസിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ടൂളാണ്. നമ്മളിന്ന് റെക്റ്റാങ്കിൾ ടൂൾ പഠിക്കുന്നുണ്ട്, ട്രയാങ്കിൾ പഠിക്കുന്നുണ്ട്, എലിപ്സ് പഠിക്കുന്നുണ്ട്, വൺ ആൻഡ് ഓൺലി പോളിഗൺ ടൂൾ. അപ്പോൾ ഇതും ഇതിന്റെ പ്രോപ്പർട്ടീസും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ വീഡിയോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരുന്നു ആ രീതിക്ക് നിങ്ങൾ ഇത് കാണുക. നമ്മൾ ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പിലെ ഷേപ്പ് ടൂളിനെ പറ്റി പഠിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരയ്ക്കാനൊരു ക്യാൻവാസ് വേണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിട്ട് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറച്ചെങ്കിലും മനസ്സിലാകത്തുള്ളൂ. നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാൻവാസ് വേണ്ട, ഞാനിപ്പോൾ 1000x1000 പിക്സൽസ് ഉള്ള ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്തു. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓക്കെയാണ്. ക്രിയേറ്റ്. ഇപ്പോൾ നമ്മുടെ 1000x1000 ക്യാൻവാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ പോവാം. അതായത് റെക്റ്റാങ്കിള്, സർക്കിള്, പിന്നെ ട്രയാങ്കിള്, അങ്ങനെ കുറേ ഷേപ്പുകളുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ഫോട്ടോഷോപ്പിലുണ്ട്. അതെവിടെ ഉണ്ട്? നമ്മുടെ ടൂൾ ബോക്സിൽ. അതായത് ദാണ്ട് ഈ ഭാഗത്ത് കണ്ടല്ലോ, നമ്മുടെ ടൂൾ ബോക്സിൽ. ഇവിടാണ് നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ടൂള് ഇരിക്കുന്നത്. ഇതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് യു ആണ്. കണ്ടോ, യു. നമ്മൾ ആ റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കും. ഇതിന്റെ അളവുകളും കാര്യങ്ങളും ഒന്നും ഞാൻ ആക്യുറേറ്റ് ആയിട്ടല്ല വരച്ചത്, ജസ്റ്റ് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുമായിരുന്നു. ഇനി നമുക്കത് എങ്ങനെ ഒരു ഹൈറ്റും വിഡ്ത്തും ആക്യുറേറ്റ് ആയിട്ട് കൊടുത്ത് വരയ്ക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ ടൂളാണല്ലോ എടുത്തത്. ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഏതൊരു ടൂളിന്റെ പ്രോപ്പർട്ടീസ് ഫോട്ടോഷോപ്പിൽ കാണിക്കുന്നത് ഒന്നെങ്കിൽ തന്റെ ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഇനി ഇവിടെ ഇല്ലെങ്കിൽ ജസ്റ്റ് വിൻഡോസിൽ പോയിട്ട് കണ്ടേ ഇവിടെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താണ് ഇവിടെ അത് ഓപ്പൺ ആയിട്ട് കാണിക്കും. മനസ്സിലായല്ലോ? നമ്മൾ വിൻഡോസിൽ പോയിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏത് ടൂൾ എടുത്താലും അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കും. പക്ഷേ ബൈ ഡിഫാൾട്ട് നമുക്ക് ഈ മെനു ബാറിന്റെ താഴെ കാണിക്കാറുണ്ട്. ഇവിടെ WH എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ടോ, ഇത് വിഡ്ത്തും ഹൈറ്റും ആണ്. നമ്മൾ ഈ വരച്ച റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റും ആണ് ഈ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് ബട്ടണാണ്. നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ അത് റെക്റ്റാങ്കിൾ ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അതിനെ ലിങ്ക് ചെയ്ത് വെച്ചേക്കും. മനസ്സിലായല്ലോ? നമ്മുടെ ഫോട്ടോഷോപ്പ് നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിളിനെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി അത് വിഡ്ത്തും ഹൈറ്റും ലിങ്ക് ചെയ്ത് വെച്ചേക്കും. കണ്ടോ, ഇവിടെ കാണുന്ന എക്സും വൈയും കണ്ടല്ലോ. ഈ എക്സും വൈ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻവാസിൽ നമ്മളിപ്പോൾ വരച്ച റെക്റ്റാങ്കിള് എവിടാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അത് കാണിക്കുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ട് ആ ആക്സിസ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടോ, ഞാൻ എക്സ് ഡയറക്ഷനിലോട്ട് നീക്കുകയാണ്. കേട്ടോ, ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആ എക്സിൻ്റെ പൊസിഷന് വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പം എക്സ് ഡയറക്ഷനിലോട്ട് നമ്മുടെ റെക്റ്റാങ്കിൾ കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഈ എക്സും വൈ ആക്സിസും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി വൈ ഡയറക്ഷനിലോട്ട് നീക്കുന്നത് കാണിക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ്. കണ്ടേ, ഹോൾഡ് ചെയ്തു താഴോട്ട്. കേട്ടോ, ഇപ്പം ഇവിടെ നോക്കിയേ, ഇപ്പം നിങ്ങൾക്ക് വൈക്കും വാല്യൂ ചേഞ്ച് കാണാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വരച്ച റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റും, അത് ലിങ്ക് ചെയ്യുന്ന ബട്ടൺ, പിന്നെ ഇത് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ക്യാൻവാസിലുള്ള പൊസിഷനിങ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് മൗസ് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് അളവൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഒരു റെക്റ്റാങ്കിൾ വരച്ചത്. ഇനി നമുക്ക് എങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് വിഡ്ത്തും ഹൈറ്റും കൊടുത്ത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും നമ്മൾ യു അടിക്കുന്നു, അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ പോയി സെലക്ട് ചെയ്യുന്നു. ഒരു റെക്റ്റാങ്കിൾ ചുമ്മാ വരയ്ക്കുന്നു, ചുമ്മാ അങ്ങ് വരയ്ക്കുന്നു ഒരു റെക്റ്റാങ്കിൾ. കേട്ടോ, ആക്യുറേറ്റ് വിഡ്ത്തും ഹൈറ്റും ഒന്നും അല്ല. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഡ്ത്തിൻ്റെ അവിടെ ഒരു 500 കൊടുക്കുന്നു, പിന്നെ ഹൈറ്റിൻ്റെ അവിടെ ഒരു 250 കൊടുക്കും. കണ്ടോ, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിഡ്ത്തും ഹൈറ്റും നോക്കിയാൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കൊടുത്ത 500 അല്ല ഇവിടെ വന്നിരിക്കുന്നത്, 396.95 ആണ് വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തത്
ഫോട്ടോഷോപ്പ് ഒരു പ്രോപ്പർ റെക്റ്റാങ്കിൾ ആയിട്ടല്ല കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റി, ഒരു പ്രോപ്പർ റെക്റ്റാങ്കിൾ ആക്കി മാറ്റി. ഇനി അതല്ല, നമ്മൾ ഈ കൊടുത്ത വാല്യൂ തന്നെ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക് ബട്ടൺ ഓഫ് ചെയ്യുക. ഇപ്പോൾ റെക്റ്റാങ്കിൾ ടൂളിന്റെ കംപ്ലീറ്റ് കൺട്രോളും നമ്മുടെ കൈക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇവിടെ ഞാൻ മാറ്റിയിട്ട് ഇവിടെ 500 കൊടുക്കുകയാണ്. കണ്ടോ, 500 വിഡ്ത്തും 250 ഹൈറ്റും ഉള്ള റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതാണ് ലിങ്ക് ബട്ടൺ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഉള്ള ഗുണങ്ങൾ. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ റൊട്ടേഷൻ ടൂള്. മനസ്സിലായല്ലോ? റൊട്ടേഷൻ ടൂള്. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്. നമ്മൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ -90 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം റെക്റ്റാങ്കിൾ -90 ഡിഗ്രിയിലോട്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ? -90 ഡിഗ്രി. ഇനി നമ്മുടെ റെക്റ്റാങ്കിളിന് പഴയ പോലെ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ 0 ഡിഗ്രി ഉണ്ട്. ഇപ്പൊ നമ്മുടെ റെക്റ്റാങ്കിൾ പഴയ പോലെ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 45 അടിച്ചു കൊടുത്തു. അപ്പോൾ 45 ഡിഗ്രിയിലോട്ട് ഒരു ചരിവ് നമ്മുടെ റെക്റ്റാങ്കിളിന് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു ഓപ്ഷൻ പറയുന്നത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന 2 ബട്ടൺ ഇതാണ് ഫ്ലിപ്പ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു ചെറിയ പരിപാടി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലിപ്പാണ്. ഈ കാണുന്നതാണ് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ ഞാൻ ഈ ഹൊറിസോണ്ടൽ ഫ്ലിപ്പിലോട്ട് ക്ലിക്ക് ചെയ്യാൻ പോകും. നമ്മുടെ റെക്റ്റാങ്കിൾ എടുത്ത് തിരിച്ചിട്ടു, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ആ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ഫ്ലിപ്പ് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മേലോട്ട് ഫ്ലിപ്പ് ചെയ്തു, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പൊ നമ്മൾ നോർമൽ റെക്റ്റാങ്കിൾ നമ്മൾ ആദ്യം വരച്ച പൊസിഷനിങ്ങിൽ തന്നെ കിടക്കും. ഈ 6 ഞാൻ എന്തിനാ വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്ലിപ്പ് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ പ്ലെയിൻ കളറായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവത്തില്ല, ഫ്ലിപ്പ് ആയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് വരും. അതിനാണ് ഞാൻ 6 വരച്ചത്. ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ പോകണം. ഹൊറിസോണ്ടലും വെർട്ടിക്കലും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത് തന്നെയാണ് നമ്മളിപ്പം ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് നിൽക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ആവും. ഞാനിപ്പം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ റെക്റ്റാങ്കിൾ നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് ഫ്ലിപ്പ് ചെയ്യാം? അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ വെർട്ടിക്കൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം മേലോട്ട്, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് നമ്മുടെ റെക്റ്റാങ്കിൾ ഫ്ലിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വിഡ്ത്തും ഹൈറ്റും നോക്കി, അതിന്റെ ലിങ്ക് മാറ്റുന്നത് നോക്കി, പിന്നെ റെക്റ്റാങ്കിളിന്റെ പൊസിഷൻ എവിടാണ് ക്യാൻവാസിൽ, നമ്മുടെ റെക്റ്റാങ്കിളിന്റെ പൊസിഷനിങ് നോക്കി, പിന്നെ ആംഗിൾ നോക്കി അഥവാ റൊട്ടേഷൻ നോക്കി, പിന്നെ ഫ്ലിപ്പിംഗ് നോക്കി. ഇനി അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നു. കണ്ടല്ലോ, ഈ അപ്പിയറൻസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ കളറ്, സ്ട്രോക്ക്, കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായല്ലോ? അതിന് മുമ്പായിട്ട് ഞാൻ ഇത് പഴയ പോലെ ആക്കി മാറ്റാൻ നോക്കുകയാണ്. കേട്ടോ, ഇപ്പൊ നമ്മുടെ റെക്റ്റാങ്കിൾ പഴയ പോലെ ആയി. എനിക്ക് ഈ കളർ വേണ്ട, ഞാൻ ഒരു നീല കളർ കൊടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മൾ നേരത്തെ ബ്രഷിന്റെ കളർ എങ്ങനെ മാറ്റിയോ അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ. കണ്ടോ, ഇവിടെ ഫില്ല് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഫില്ല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ഉള്ളിലെ കളറാണ്. ഇവിടെ ഉള്ളിലെ കളർ ഏതാ കാണിക്കുന്നത്? ബ്ലാക്ക്. അത് തന്നെയല്ലേ ഇവിടെയും കാണിക്കുന്നത്. ഇതെങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഡിഫാൾട്ട് ആയിട്ടൊരു കളർ കിടക്കുന്നുണ്ട്, ഞാൻ നേരത്തെ യൂസ് ചെയ്തതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ ആ കളർ വന്നിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഒരു കളർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു കളർ ബോക്സ് ഉണ്ടോ, ഈ കളർ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ നീല കളർ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകും. കണ്ടോ, ഇഷ്ടമുള്ള നീല കൊടുക്കാം. ആകാശ നീലയോ എന്ത് നീല വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നീല സെലക്ട് ചെയ്തു. ഓക്കെ കണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ഉള്ളിലെ കളർ, അതായത് ഫിൽ കളർ മാറിയിട്ടുണ്ട്. കണ്ടോ, ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റെക്റ്റാങ്കിളിന് നമുക്ക് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാം. അതായത് നമ്മുടെ റെക്റ്റാങ്കിളിന് ചുറ്റിനും ഒരു ബോർഡർ ലൈന് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈന് അതുപോലെ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാം? അത് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ സ്ട്രോക്കിന്റെ അവിടെ. അത് ഓൾറെഡി ഒരു കളർ വന്ന് കിടക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ആ കളർ കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ സ്ട്രോക്കിന്റെ വാല്യൂ നമ്മളിവിടെ 0 കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? സ്ട്രോക്കിന്റെ വാല്യൂ ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാത്തത്. ഇനി ഞാനിവിടെ ഒരു 5 ടൈപ്പ് ചെയ്യാൻ പോകും. കണ്ടോ, നമ്മളിപ്പോൾ 5 ടൈപ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു 5 പിക്സലിന്റെ സ്ട്രോക്ക് നമ്മുടെ റെക്റ്റാങ്കിളിന് ചുറ്റും ഒരു ബോർഡർ ലൈനായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്.
മനസ്സിലായല്ലോ, ബോർഡർ ലൈൻ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബ്ലാക്ക് കളർ വേണ്ട, എനിക്ക് വേറൊരു കളർ വേണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സ്ട്രോക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്നിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ചോപ്പ് വെച്ചു, ഓക്കെ കൊടുത്തു. കണ്ടല്ലോ, നമ്മുടെ സ്ട്രോക്കിനും കളറുമായി, നമ്മുടെ റെക്റ്റാങ്കിളിനുള്ളിലും കളറായി. അത് അത്രേ ഉള്ളൂ. ഇനി പല ടൈപ്പ് സ്ട്രോക്കുകളുണ്ട്. കണ്ടല്ലോ, ഡോട്ടഡ് സ്ട്രോക്ക് ഉണ്ട്, പിന്നെ ഡോട്ടഡ് ലൈൻ ആയിട്ടുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രോക്കും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു സ്ട്രോക്ക് സ്റ്റൈലിംഗ് ആണ്. ഇതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുത്തു. ഇനി കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇത് കണ്ടോ, ഇവിടെ കുറേ ബോക്സുകൾ ഇങ്ങനെ വെച്ചേക്കുന്നത്, കുറേ ഓപ്ഷൻസുമായിട്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ എഡ്ജിന്റെ റൗണ്ടിനെസ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്, അതായത് നല്ല കൂർത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റി കുറച്ചുകൂടെ സോഫ്റ്റ് എഡ്ജ് ആക്കാം. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായല്ലോ, ഈ കാണിക്കുന്ന 4 എഡ്ജും ഈ റെക്റ്റാങ്കിളിന്റെ എഡ്ജുകളാണ്. മനസ്സിലായോ, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടേ, ഇവിടെ ഞാൻ ഒരു 50 കൊടുക്കും. കേട്ടോ, 4 സൈഡും 50 ആയി. ഈ 4 സൈഡും 50 ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ വിഡ്ത്തും ഹൈറ്റും പഠിച്ചപ്പം ഒരു സംഭവം കാണിച്ചായിരുന്നു, ലിങ്ക്. ആ ലിങ്ക് കണ്ട് ഇവിടെ ഉണ്ട്. ഫോട്ടോഷോപ്പ് തന്നെയാണ് ഇത് 4 സൈഡും ആക്കിയത്. ഇനി അങ്ങനെ വേണ്ട, എനിക്ക് ഒരു സൈഡ് മാത്രം 50 ആയാൽ മതി. അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് അങ്ങ് ഓഫ് ചെയ്യുക. കണ്ടേ, എനിക്ക് വേണ്ട സൈഡിൽ ഞാൻ വാല്യൂ ടൈപ്പ് ചെയ്തു. കണ്ടോ, ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സൈഡിൽ കണ്ടേ നമ്മുടെ വാല്യൂ ചേഞ്ച്. കണ്ടോ, ആ ഒരു 50 പിക്സലിന്റെ റൗണ്ട്നെസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എനിക്ക് കൊടുക്കണം. കണ്ടോ, ഓപ്പോസിറ്റിലും 50 പിക്സലിന്റെ ഓപ്പോസിറ്റിലും 50 പിക്സലിന്റെ റൗണ്ട്നെസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഓപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു റെക്റ്റാങ്കിളിന്റെ അല്ലെങ്കിൽ ഏത് ഷേപ്പ് എടുത്താലും അതിന്റെ വിഡ്ത്തും ഹൈറ്റും എവിടെ കാണിക്കുന്നു, അതിന്റെ പൊസിഷൻ എവിടെ കാണിക്കുന്നു, അതിന്റെ ആംഗിൾ അല്ലെങ്കിൽ റൊട്ടേഷൻ എവിടെ കാണിക്കുന്നു, ഫ്ലിപ്പ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലിപ്പ്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഫ്ലിപ്പും, പിന്നെ അതിന്റെ കളർ മാറ്റാൻ, സ്ട്രോക്ക് കൊടുക്കാൻ, സ്ട്രോക്കിന്റെ വാല്യൂ കൊടുക്കാൻ, പിന്നെ എഡ്ജിന് റൗണ്ട്നെസ് കൊടുക്കാൻ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ.